പ്രണയവർണ്ണങ്ങൾ. രചന, അവതരണം മിത്രവിന്ദ. കാറ് സ്റ്റാർട്ടായി പോകുന്ന ശബ്ദം കേട്ട് ഹരി മുറിയിൽ തന്നെ നിൽക്കുകയാണ്. ഈശ്വര, അച്ഛൻ രണ്ട് കൽപ്പിച്ചാണല്ലോ. എന്താവോ എന്തോ. അവൻ മുറിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. യാത്രക്കിടയിൽ മൂവരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ആകെ കലുഷിതമായിരുന്നു എല്ലാവരുടെയും മനസ്സ്. അമ്മണി ചേച്ചി പറഞ്ഞ വഴിയിലൂടെ അവർ പോയി. ഒരു ഇടത്തരം വീടിൻ്റെ മുന്നിൽ വണ്ടി വന്ന് നിന്നത്. ശിവരാമ, കൈമളും സീതയും ഉമ്മറത്തുണ്ട്. ഗോപിനാഥ മേനോനാണ് ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. പിറകെ ദേവിയും. ഞങ്ങളെ മനസ്സിലായോ? അയാൾ കയറി വരുന്നതിനിടയിൽ ചോദിച്ചു. സീതയ്ക്കും കൈമളിനും ആളെ മനസ്സിലായി. പക്ഷേ അവരൊന്നും സംസാരിച്ചില്ല. കൈമളെ, ഞങ്ങൾ അകത്തേക്കൊന്ന് കയറി ഇരുന്നോട്ടെ? വരൂ. താല്പര്യമില്ലാത്ത മട്ടിൽ കൈമൾ പറഞ്ഞു. ദേവിയും ഗോപിനാഥ മേനോനും അവരുടെ ഉമ്മറത്തേക്ക് കയറി. കണ്ണൻ വണ്ടി ഒതുക്കിയിടുകയാണ്. സീതയുടെ മുഖം മങ്ങിയാണ് ഇരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കുമെന്ന് ദേവിക്ക് തോന്നി. ലേശം ഭയം അവർക്കുണ്ട്. എന്നാലും കാര്യങ്ങൾ അറിയണമല്ലോ. ഹരിയുടെ മനസ്സ് കവർന്ന ആ പെൺകുട്ടി, അവൾ ആരാണെന്ന് അറിയുവാനായി ദേവി അകത്തേക്ക് മിഴികൾ പായിച്ചു. ഞങ്ങൾ വന്നത് ഇവിടുത്തെ കുട്ടിയോട് അല്പം സംസാരിക്കുവാനാണ്. ഗോപിനാഥൻ അവരുടെ രണ്ടാളുടെയും മുഖത്തേക്ക് നോക്കി. ഇനി എന്തു പറയാനാണ്? എല്ലാം നശിച്ചില്ലേ? എൻ്റെ കുട്ടി പാവം. അവൾക്ക് എല്ലാ സ്വപ്നങ്ങളും തകർത്തില്ലേ നിങ്ങളുടെ മകൻ? ഇപ്പോൾ ഞങ്ങളുടെ മകളാണ് തെറ്റുകാരി. അപരിചിതനായ ഒരാളുടെ വണ്ടിയിൽ കയറി. അതിൻ്റെ പേരിൽ ഒരുപാട് അപമാനം അവളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുൻപിൽ അവളാണ് തെറ്റ് ചെയ്തവൾ. കൈമളിൻ്റെ ശബ്ദം വിറച്ചു. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. അതിനെക്കുറിച്ച് നിങ്ങളുടെ മകളോട് സംസാരിക്കാനാണ് ഞങ്ങളിപ്പോൾ വന്നത്. നിങ്ങളുടെ മകനൊന്നും പറഞ്ഞില്ലേ? അതോ വീണ്ടും ഞങ്ങളെ? സീത ഉള്ളിലുള്ള ദേഷ്യം മറച്ചു വെച്ചുകൊണ്ട് അവരെ നോക്കി. ഞങ്ങളുടെ മകനോട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു. അവൻ പറഞ്ഞതൊക്കെ സത്യമാണോയെന്നറിയണം. തൽക്കാലം ഞങ്ങളുടെ മകളെ ഇനിയും വിഷമിപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. നിങ്ങൾക്ക് പോകാം. കൈമൾ അല്പം മുഷിഞ്ഞാണത് പറഞ്ഞത്. മകളെ ഒന്ന് വിളിക്കുക, കണ്ടിട്ട് വേഗം ഇറങ്ങാം. ദേവി, അല്ലെങ്കിൽ നീ അങ്ങോട്ട് കയറിച്ചല്ലേ, ആ കുട്ടിയോട് സംസാരിക്ക്. ഗോപിനാഥൻ ഭാര്യയെ നോക്കി. ദേവി ഇരിപ്പിടത്തിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. അമ്മയ്ക്ക് ഒരുപാട് വിഷമമുണ്ടെന്നറിയാം. എന്തായാലും അമ്മയുടെ മകളെ കണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോയിക്കൊള്ളാം. ദേവി ഇത് അതിനനുവദിക്കണം. സീത ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. സീതേ, അവർക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് പോയിക്കോട്ടെ. കൈമൾ പറഞ്ഞപ്പോൾ സീത ദേവിയും കൂട്ടി മുറിക്കകത്തേക്ക് കയറിപ്പോയി. ഉമ്മർ താരോ വന്നുവെന്ന് ഗൗരിക്കും മനസ്സിലായിരുന്നു. 2 ദിവസമായിട്ട് ഒരുപാട് ആളുകൾ വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ പൂച്ചയെപ്പോലെ ഇരുന്ന ഗൗരി ഇങ്ങനെയൊക്കെ മനസ്സിലുണ്ടായിരുന്നോ എന്ന് ആര് കണ്ടു? എന്തായാലും അവൾ പുളിങ്കൊമ്പിലല്ലേ പിടിച്ചത്. ആളുകൾ പല വിധത്തിലുള്ള അപവാദമാണ് പറഞ്ഞു നടക്കുന്നതെന്ന് അവൾ അറിഞ്ഞു. ഇന്ന് അമ്പലത്തിൽ പോയപ്പോഴും അയാളുടെ മുന്നിൽ വിടില്ല ഞാൻ. എൻ്റെ ജീവിതം നശിപ്പിച്ച നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. ഈ ഗൗരി ആരാണെന്ന് നിങ്ങൾ അറിയും. പെട്ടെന്നാണ് അവളുടെ വാതിലിൽ അമ്മ വന്ന് മുട്ടിയത്. ഗൗരി പോയി വാതിൽ തുറന്നു. അമ്മയുടെ കൂടെ നിൽക്കുന്ന സ്ത്രീയെ അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഇന്ന് കാലത്തെ അവരെ അമ്പലത്തിൽ വെച്ച് കണ്ടതായി അവൾ ഓർത്തു. ദേവിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവൾ നോക്കി കാണുകയാണ് ഗൗരിയെ. ഈശ്വര, ഈ കുട്ടിയായിരുന്നോ ഗൗരി ഇഷ്ടപ്പെട്ട പെണ്ണ്? അവന് യാതൊരു കുറ്റവും പറയാൻ പറ്റില്ലെന്ന് ദേവി ഓർത്തു. ഇവളെ എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം, അവർ തീർച്ചപ്പെടുത്തി. മോളെ ഗൗരി, ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. മേലെടുത്ത ആ പയ്യൻ്റെ അമ്മ. സീത താല്പര്യമില്ലാത്ത മട്ടിൽ മകളെ നോക്കി പറഞ്ഞു. ഗൗരി അവരെ ഒന്ന് നോക്കി മന്ദഹസിച്ചു. ഞാൻ അകത്തേക്ക് വന്നോട്ടെ? എനിക്ക് മോളോട് അല്പം സംസാരിക്കാനുണ്ട്. വരൂ. ഗൗരി അല്പം മാറി നിന്നുകൊണ്ട് അവരെ അകത്തേക്ക് വിളിച്ചു. ദേവി അവളുടെ മുറിയിലേക്ക് കയറി. നല്ല അടുക്കും ചിട്ടയുമുള്ള ഒരു കുട്ടിയാണെന്ന് അവളുടെ മുറി കാണുമ്പോൾ മനസ്സിലാകും. ഗൗരി, ഇവിടെ വന്നിരിക്കും മോളെ. ദേവി അവളെ വിളിച്ചു. അമ്മേ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഗൗരിക്ക് സീതയെ അവിടെ നിന്ന് മാറ്റാനായിരുന്നു. എന്നിട്ട് അവൾ വന്ന് തൻ്റെ കട്ടിലിൻ്റെ അടുത്ത് നിന്നു. ദേവി എഴുന്നേറ്റതും അവൾ പെട്ടെന്ന് ദേവിയുടെ കാലിൽ വീണു. യോ, എന്താ കുട്ടി കാണിക്കുന്നത്? എഴുന്നേക്ക്, നിനക്ക് നല്ലതേ വരൂ. അവരവളുടെ നെറുകയിൽ കൈവച്ചുകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചു.
എന്നിട്ട് അവളുടെ നെറുകയിൽ ചുംബിച്ചു. മോൾക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ? എന്തിന്? എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. മോളെ, നിനക്ക് എൻ്റെ മകൻ ഹരിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ വരുന്ന അമ്മിണി ചേച്ചി പറഞ്ഞാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അവർ പറഞ്ഞത് മോളും ഹരിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ്. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ദേവി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഹരിയേട്ടൻ അമ്മയോട് എന്തു പറഞ്ഞു? അവളുടെ ഹരിയേട്ടൻ എന്ന സംബോധന കേട്ടപ്പോൾ തന്നെ ദേവി ഓർത്തത് അവർ തമ്മിലുള്ള അടുപ്പം എത്രത്തോളമാണ് എന്നായിരുന്നു. അവൻ എന്നോട് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, അത് പിടിക്കുവാനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് മോളുടെ നാവിൽ നിന്നും ആ സത്യം അറിഞ്ഞേ തീരൂ. പറയൂ കുട്ടി. ആ സമയത്ത് ഗൗരിക്ക് അവളുടെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. മേലെടുത്ത് ഹരിശങ്കറിൻ്റെ പതനം അത് ഏതു വിധേനയും നടപ്പാക്കണം. അവളുടെ ഉള്ളിൽ അവനോടുള്ള വൈരാഗ്യം മാത്രമായിരുന്നു. കുട്ടി എന്താ ആലോചിക്കുന്നേ? അമ്മയോട് പറഞ്ഞോളൂ. അവൾ ദേവിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. അമ്മേ, ഞാനും ഹരിയേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണ്. അമ്മ എന്നോട് ക്ഷമിക്കണം. എൻ്റെ വീട്ടിൽ കല്യാണം ആലോചിക്കുന്ന കാര്യം പറയാൻ ഞാനിന്ന് ഹരിയേട്ടൻ്റെ ഒപ്പം വണ്ടി കയറിയത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. നിഷ്കളങ്ക ഭാവത്തിലാണ് അവൾ അവരോട് പറഞ്ഞത്. എന്നിട്ടും മെല്ലെ അവരെ നോക്കി. ശ്രീദേവിക്ക് സന്തോഷമായി എന്ന് അവൾക്ക് തോന്നി. പക്ഷേ ഹരിയേട്ടൻ പറയുന്നത് അച്ഛൻ ഈ ബന്ധം സമ്മതിക്കില്ല, അതുകൊണ്ട് എന്നോട് ഇതിൽ നിന്നും പിന്മാറണമെന്നാണ്. പ്ലീസ് അമ്മേ, എനിക്ക് ഹരിയേട്ടനില്ലാതെ പറ്റില്ല. അന്ന് വണ്ടി വെച്ച് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കി. എൻ്റെ ബ്ലൗസ് ഹരിയേട്ടൻ പിടിച്ച് കീറി. അവൾ അവരുടെ മുൻപിൽ കരയുന്നത് കണ്ടതും ദേവി വല്ലാതെയായി. മകൾ പറയുന്ന വാക്കുകൾ കേട്ട് സീത വാതിൽക്ക് തറഞ്ഞു നിന്നുപോയി. ഈശ്വര, അപ്പം തങ്ങളുടെ മകൾ അവൾ എല്ലാവരെയും മനഃപൂർവ്വം വഞ്ചിക്കുകയായിരുന്നു. ഹരിയും ഇവളുമായി അപ്പോൾ ഇഷ്ടത്തിലാണെന്നല്ലേ അവൾ പറഞ്ഞത്? അവൾ മനഃപൂർവ്വമല്ലേ അവൻ്റെ വണ്ടി കയറിയത്? സീത മുറിയിലേക്ക് കയറി വരുന്നത് ഗൗരി കണ്ടില്ല. അമ്മേ, ഇന്ന് അമ്മയും മുത്തശ്ശിയെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞാണ് ഹരിയേട്ടൻ എന്നോട് അമ്പലത്തിൽ വരാൻ പറഞ്ഞത്. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയാമെന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നെ കണ്ടതും ആൾ മുങ്ങി. ഓഹോ, അപ്പോൾ അതിനാണ് നീ തിടുക്കപ്പെട്ട് അമ്പലത്തിലേക്ക് പോയത് അല്ലേടി? ഗൗരി ഞെട്ടി തിരിഞ്ഞു നോക്കി. അമ്മയെ കണ്ടതും അവൾ ഭയന്നു പോയി. ഇതായിരുന്നു നിന്റെ മനസ്സിലല്ലേ ഗൗരി? അതുകൊണ്ടാണോ നീ അച്ഛനോടും ദീപനോടും ഇവരുടെ വീട്ടിൽ പോകണ്ട, ഒന്നും ചോദിക്കണ്ട എന്നൊക്കെ പറഞ്ഞത്? നീ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേടി? സീതയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടുകൊണ്ട് ഉമ്മറത്തിരുന്നവരകത്തേക്ക് വന്നു. സീതേ, എന്താണ്? എന്തു പറ്റി? ചേട്ടാ, ഇവള് നമ്മളെ എല്ലാവരെയും പറ്റിക്കുമായിരുന്നു. ഇവളാ ചെറുക്കനുമായിട്ട് സ്നേഹത്തിലായിരുന്നു. ഇവളെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ്റെ വണ്ടി കയറിയത് പോലും. ഇവളിതെല്ലാം ഇവരോട് പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടു ചേട്ടാ. സീത അലമുറയിട്ട് കരഞ്ഞു. കൈമളും സീത പറയുന്ന വാക്കുകൾ വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്. നേരാണോ ഗൗരി അമ്മ പറയുന്നത്? അയാൾ മകളെ നോക്കി. അവളുടെ അടുത്തേക്ക് നടന്നു വരുന്ന അച്ഛനെ കണ്ടതും അവൾക്ക് തൻ്റെ ചങ്ക് പൊട്ടും പോലെ തോന്നി. ഇന്നുവരെ തൻ്റെ അച്ഛനോടും അമ്മയോടും താനൊരു കളവ് പോലും പറഞ്ഞിട്ടില്ല. മോളെ, അമ്മ പറഞ്ഞതൊക്കെ സത്യമാണോ? നിങ്ങൾ തമ്മിൽ? അയാൾ മകളെ വീണ്ടും നോക്കി. അത് പിന്നെ അച്ഛാ, എനിക്ക് അവളുടെ തൊണ്ട വരണ്ടു. ഇഷ്ടമാണോ അല്ലയോ അത് മാത്രം നീ പറഞ്ഞാൽ മതി. എനിക്ക് ഹരിയേട്ടനെ ഇഷ്ടമാണ്. പെട്ടെന്ന് തന്നെ ഗൗരി മറുപടി പറഞ്ഞു. ഒറ്റയടിയായിരുന്നു കൈമൾ. ഗൗരി കട്ടിലേക്ക് വീണുപോയി. ദേവി ഓടിച്ചെന്നിട്ട് അവളെ എഴുന്നേൽപ്പിച്ചു. എന്തിനായിരുന്നു നീ എന്നെ ചതിച്ചത്? പൊന്നുപോലെ നിന്നെ വളർത്തിയതിനാണോ നീ ഞങ്ങൾക്കിങ്ങനെ ഒരു സമ്മാനം തന്നത്? എന്തെങ്കിലും കുറിപ്പുകൾ വരുത്തിയിരുന്നോടി നിനക്ക് ഞാൻ? ഒടുവിൽ നീ നിന്റെ അമ്മയെ ചതിച്ചല്ലേ? ഇങ്ങനൊരു നാടകം നിനക്ക് കളിക്കണമായിരുന്നോ മോളെ? ഇറങ്ങിപ്പോയാൽ പോരായിരുന്നോ നിനക്ക്? അയാൾ കരഞ്ഞു. ഗോപിനാഥൻ ഭാര്യയെ നോക്കി, ഗൗരിയെ നോക്കി. മുഖം കുനിച്ചു നിൽക്കുകയാണവൾ. കണ്ണുനീർ മുത്തുകൾ കവളിനെ ചുംബിച്ചുകൊണ്ട് ഒലിച്ചിറങ്ങുകയാണ്. അച്ഛൻ അടിച്ച പാട് തിണർത്ത് കിടക്കുന്നു. നിന്നെ ജീവന് തുല്യം സ്നേഹിച്ചതിന് നീ തന്ന കൂലിയാണിത് അല്ലേ മോളെ? നീ നശിച്ചു പോവുള്ളൂ, ഗതി പിടിക്കില്ല. പെറ്റ വയറിൻ്റെ ശാപമാണിത്.
സീത രണ്ട് കൈകളും തലയിൽ വെച്ചുകൊണ്ട് അവളെ പ്രാഗി. നീ പറഞ്ഞിട്ടില്ലേടി ഇന്നിവരിവിടെ വന്നത്? നിനക്ക് കല്യാണം ആലോചിക്കാനായി വന്നതാണോ? എല്ലാം നിൻ്റെയും അവൻ്റെയും പ്ലാനല്ലേടി. എന്നെയും നിൻ്റെ അച്ഛനെയും വെറും മണ്ടന്മാരാക്കുകയാണല്ലേ? എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? പറയടി. സീത അവളെ പിടിച്ചുലച്ചു. താനിപ്പോൾ വീണു പോകുമെന്ന് ഗൗരിക്ക് തോന്നി. നിന്റെ നാവിറങ്ങിപ്പോയോടി. സീത വന്ന് അവളുടെ പുറത്തും മുതുകിലുമെല്ലാം തൻ്റെ കൈകൊണ്ട് ആഞ്ഞടിച്ചു. വേദനയെടുത്ത് പൊളഞ്ഞുവെങ്കിലും ഗൗരി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഗോപിനാഥനും കണ്ണനും ദേവിയും ഒക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. ഹരിക്കൂടി കാരണമാണല്ലോ ഈ കുട്ടി ഈ അടിയെല്ലാം മേടിക്കുന്നത് എന്നോർത്തപ്പോൾ ദേവിക്ക് ഒരുപാട് വിഷമമായി. ഹരിയെ കണ്ടിട്ട് അവനിട്ട് രണ്ട് പൊട്ടിക്കാനുള്ള മനസ്സുണ്ട് ഗോപിനാഥനപ്പോൾ. രംഗം ഒന്ന് ശാന്തമാകാതെ ഇവിടെ നിന്ന് പോകുന്നതും ബുദ്ധിയല്ലെന്ന് അവർക്ക് തോന്നി. അയാൾ മെല്ലെ മുറ്റത്തേക്കിറങ്ങി. കൂടെ കണ്ണനും. ഒന്ന് രണ്ട് ആളുകൾ അവിടെ ഇവിടെ നിന്ന് നോക്കുന്നത് അവർ കണ്ടു. അച്ഛാ, നാട്ടിലെല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും നമ്മൾ? എനിക്കൊന്നും അറിയില്ല മോനെ. ഇങ്ങോട്ട് വരുമ്പോഴും ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ പെൺകുട്ടി അവർ ശരിക്കും അടിച്ചു. നമ്മുടെ ഹരിയും കൂടി കാരണമല്ലേ അവൾ. അപ്പോഴേക്കും ദേവിയും അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഈ കുട്ടിയുടെ ഭാവി ഇനി എന്തായിരിക്കും? നമുക്ക് പേരും പ്രശസ്തിയും ഒന്നും വേണ്ട. ഗൗരി ഒരു പാവമാണ്. അവളെ നമുക്ക് നമ്മുടെ മോന് വേണ്ടി. അത് പറഞ്ഞു നിർത്തി അവർ ഭർത്താവിനെയും മകനെയും നോക്കി. നീ എന്തൊക്കെയാ പറയുന്ന ദേവി? എനിക്കാകെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുവാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ? കാര്യത്തിലൊരു തീരുമാനമാകാതെ പോയാൽ ചിലപ്പോൾ ആ പെൺകുട്ടി അവൾ ജീവിതം അവസാനിപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ദേവി പറഞ്ഞത് കേട്ട് രണ്ടുപേരും ഞെട്ടി. അവൻ ആ പെൺകുട്ടിയുമായി ശരിക്കും സ്നേഹത്തിലാണോ? അതെ ചേട്ടാ. ഇന്ന് അവൻ കാലത്തെ തന്നെ അമ്പലത്തിൽ പോകുന്നത് ഗൗരിയോട് പറഞ്ഞിട്ടാ. എന്നെയും അമ്മയും പരിചയപ്പെടുത്താനായി ഗൗരിയും അമ്പലത്തിലെത്താനാവും പറഞ്ഞു. ഒക്കെ ഈ കുട്ടി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. നമ്മൾ ഇവൾ ഉപേക്ഷിച്ചു എന്ന് വെച്ചോ, ഈ കുട്ടിക്ക് നല്ലൊരു ജീവിതം വരുമോ? നമ്മുടെ ഹരി കാരണം ഇവളുടെ ജീവിതം നശിച്ചാൽ? ദേവി പറയുന്നതിലും കാര്യമുണ്ടെന്ന് ഗോപിനാഥനും കണ്ണനും തോന്നി. ഒരു കാര്യം ചെയ്യും കണ്ണ, നീ ഹരിയോട് ഇവിടേക്ക് വരാൻ പറയൂ. അത് വേണോ അച്ഛാ? നമുക്ക് വീട്ടിൽ പോയി ആലോചിച്ചിട്ട് പോരെ. നീ ഹരിയെ വിളിക്കും മോനെ. ദേവിയും ഭർത്താവിനെ അനുകൂലിച്ചു. അമ്മേ, ഞാൻ പറയുന്ന ഇപ്പോൾ കേൾക്ക്. ഇവിടെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ആകെ വിഷമത്തിലാണ്. അവരൊന്ന് ശാന്തമായിട്ട് പോയി കല്യാണം ആലോചിച്ചപ്പോൾ മകൻ പറയുന്നത് ശരിയാണെന്ന് അവർക്കും അപ്പോൾ രണ്ടാൾക്കും തോന്നി. എന്നാൽ അങ്ങനെ ആവട്ടെ. കണ്ണാ, നീ വണ്ടി ഇറക്കിക്കോ. ഞങ്ങളൊന്ന് അകത്തേക്ക് ചെന്നിട്ട് വരാം. ശരിയച്ഛാ. ദേവിയും ഗോപിനാഥനും അകത്തേക്ക് കയറി വന്നപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇരിക്കുന്ന കൈമളിനെയാണ് അവർ കണ്ടത്. അയാൾ കൈമളുടെ തോളി പിടിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കണ്ടതും ഗോപിയുടെ ചങ്കൊന്നു പിടഞ്ഞു. ഒരു നിമിഷം താനും ഇതുപോലെ ഒരു അച്ഛനാണല്ലോ എന്ന് അയാൾ ഓർത്തുപോയി. മൂത്തവളേക്കാൾ അടുപ്പം എനിക്ക് ഇളയവളോടാണ്. കുഞ്ഞുനാൾ മുതൽ അങ്ങനെ അവൾക്ക് എന്നോടും. ഞാൻ കഴിഞ്ഞുള്ളവർക്കെല്ലാം. ഞാൻ എവിടെ പോയാലും തിരികെ വരുന്നതുവരെ എൻ്റെ കുട്ടി കാത്തിരിക്കും. എന്നെ കണ്ടു കഴിഞ്ഞാലേ അവൾക്ക് സമാധാനമുള്ളൂ. ഇന്ന് വരെ ഞാനൊന്ന് നുള്ളി നോവിച്ചിട്ടില്ല. എന്നോട് എതിർത്തൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് അച്ഛൻ്റെ മനസ്സ് നീറുന്നത്. അതെൻ്റെ ജീവിതാവസാനം വരെ ഓർക്കാൻ പറ്റി ഒരു ഓർമ്മയായിട്ടാണ് അവൾ തന്നത്. ഒഴുകി വന്ന കണ്ണുനീർ അയാൾ തുടച്ചു. വിഷമിക്കണ്ട. കുട്ടികളാവുമ്പോൾ തെറ്റൊക്കെ സംഭവിക്കും. ക്ഷമിക്കാൻ നമുക്കല്ലേ പറ്റൂ. നമ്മളല്ലാതെ ആരാണ് അവർക്കുള്ളത്? ഗോപിനാഥൻ അയാളെ ആശ്വസിപ്പിച്ചു. അകത്തുനിന്നും സീതയുടെ ശകാരവർഷം പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഗൗരിയുടെ മേൽ അപ്പോഴും. വിഷമിക്കാതെ. ഗൗരിമോൾ സ്നേഹിച്ചത് എൻ്റെ മകനെയാണ്. മോൾക്കൊരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കിക്കോളാം. അമ്മ ഇങ്ങനെ കരയരുത്. ഞങ്ങളുടെ വിഷമം അതാരോടും പറഞ്ഞാൽ മനസ്സിലാകില്ല. ഇത്രയും നാൾ ഞങ്ങൾക്കിവൾ ഞങ്ങളുടെ അഭിമാനമായിരുന്നു. എല്ലാവരോടും തല ഉയർത്തിയാണ് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞത്. പക്ഷേ എല്ലാം ഇവൾ നശിപ്പിച്ചില്ലേ? ഇന്നലെ വന്ന ഒരുവനെ കണ്ടപ്പോൾ ജന്മം തന്ന മാതാപിതാക്കളെ മറന്നില്ലേ ഇവൾ? ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇവളും ഒരു അമ്മയാകണം. സീത മിഴുന്നീർ ഒപ്പി. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി.
ഗൗരി, മോളെ. ദേവി അവളുടെ തോളി തട്ടിയതും ഗൗരി ഞെട്ടി. ചുവന്ന് കലങ്ങിയ അവളുടെ കണ്ണുകളും വിറയ്ക്കുന്ന അതരവും അച്ഛനടിച്ച കവിൾത്തടം ചെറുതായി നീര് വെച്ചതുപോലെ തോന്നി. എൻ്റെ കുട്ടി, നീ വിഷമിക്കരുത്. അമ്മ നിന്നെ കൈവടിയില്ല. ഗൗരിയുടെ കൈകളെടുത്ത് അവർ മടിയിൽ വെച്ചു. അമ്മ ഇപ്പോൾ പോവാം. ഇനി അമ്മ വരുന്നത് നിന്റെ ഹരിയേട്ടനുമായിട്ടാണ്, എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ. നിന്റെ ഹരിയേട്ടൻ? ആ വാചകം കേട്ടതും ഗൗരിക്ക് വെറുപ്പും ദേഷ്യവും തോന്നി. അയാൾ കാരണമാണ് താനും തൻ്റെ പാവം അച്ഛനും അമ്മയും വിഷമിക്കുന്നത്. അയാളുടെ അന്ത്യം തൻ്റെ കൈകൊണ്ടാവണേന്നാണ് അവൾ അപ്പോൾ പ്രാർത്ഥിച്ചത്. തുടരും.